അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് അഫ്വ ചെയ്ത് വലിയ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അല്ലെ? ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ ജീവിതം, ഒരു മുസ്ലിം ഒരു ദിവസം ചെയ്യേണ്ട അമലുകൾ, ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമുക്കതിൽ നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ മറ്റു അമലുകളും എല്ലാം ചർച്ച ചെയ്യണം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു ഭക്ഷണം കൊടുക്കുന്നതിന്റെ, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ നേട്ടവും ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീലാണ്, അവന്റെ കൂട്ടുകാരനാണ് എന്ന് ചേർത്തു പറഞ്ഞ ഒരു വിഭാഗം ആളുകളാണ് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്ന ആളുകൾ, അല്ലെ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിച്ചതാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് സ്വഹാബാ. അവർക്ക് വിചാരണയുണ്ടാകില്ല. അവർ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര്, അല്ലാഹുവിന്റെ മാലാഖമാര് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും സ്വഹാബാ. സ്വഹാബത്ത് അത്ഭുതത്തോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻഹും യാ ഹബീബല്ലാഹ്, അവർ ആരാണ് നബിയേ? ആരാണ് നബിയേ? ആരാണ് ആ വിഭാഗം ജനങ്ങൾ? ഒരു വിചാരണയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ ജനങ്ങൾ ആരാണ് യാ റസൂലല്ലാഹ്? ആ സമയത്ത് ഹബീബായ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർ സ്വന്തമായി വിചാരണ ചെയ്യുന്നവരാണ്. ആഖിറത്തിൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആരാ? ദുനിയാവിൽ സ്വന്തമായി വിചാരണ നടത്തുന്നവരാണ്. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അവർ സ്വന്തമായി വിചാരണ നടത്തുകയാണ്. അല്ലാഹ്, ഇന്നത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു പോയി അല്ലാഹ്, എന്തെല്ലാം അപരാധങ്ങൾ ചെയ്തു പോയി അല്ലാഹ്, എന്തെല്ലാം വീഴ്ചകൾ എന്നിൽ പറ്റിപ്പോയി അല്ലാഹ്, എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം പോരായ്മകൾ വന്നുപോയി റബ്ബേ എന്ന് ഓരോ ദിവസവും ഉറങ്ങുന്നതിന്റെ മുമ്പ് ഓരോ ദിവസവും അവർ അവരെ തന്നെ വിചാരണ ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ആളുകൾ അവർ പരലോകത്ത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തന്ന ഭക്ഷണം കഴിച്ച്, അല്ലാഹു തന്ന വായു ശ്വസിച്ച്, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിലൂടെ ജീവിക്കുമ്പോ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ പൂമാലകളെ പോലെ സ്വീകരിച്ച് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ ഓരോ ദിവസവും ആത്മവിചിന്തനം നടത്തണം. റബ്ബേ, എത്ര തെറ്റ് ഞാൻ ചെയ്തു പോയി റബ്ബേ, എത്ര തിന്മകൾ ചെയ്തു പോയി റബ്ബേ, എന്തെല്ലാം വീഴ്ചകൾ എന്നിൽ വന്നുപോയി അല്ലാഹ്. ഇങ്ങനെ ഓരോ ദിവസവും ആത്മവിചിന്തനം നടത്തി, ഒരു പുനർവിചിന്തനം നടത്തിയിട്ട് ഓരോ ദിവസവും വിചാരണ ചെയ്യുന്ന ആളുകൾ അവർ നാളെ പരലോകത്തിൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ വിചാരണ ചെയ്യണം. ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ പരലോകത്ത് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നമ്മൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യണം. അങ്ങനെ വിചാരണ ചെയ്ത് ജീവിച്ചാൽ നമ്മൾ സ്വന്തം ശരീരത്തെ നമ്മളെന്നെ അങ്ങോട്ട് വിലയിരുത്തിയാൽ പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയില്ല. നമ്മളെ വീഴ്ചകൾ നമ്മൾ കണ്ടാൽ പിന്നെ മറ്റുള്ളവരെ വീഴ്ചകൾ കാണാനോ നോക്കാനോ എത്തി നോക്കാനോ പാളി നോക്കാനോ മറ്റുള്ളവരുടെ വീഴ്ചകൾ പരിഹസിക്കാനോ ഒന്നിനും നമ്മൾ പോകില്ല. കാരണം നമ്മളെ വീഴ്ച ഒരുപാടുണ്ട്. പിന്നെ എങ്ങനെ മറ്റുള്ളവരെ കളിയാക്കാൻ പോവാ, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കാൻ പോവാ. അള്ളാഹു നമ്മളെ ജീവിതം നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു വിഭാഗം ആളുകൾ നാളെ സ്വർഗ്ഗത്തിലേക്ക് മിന്നൽ വേഗത്തിൽ കടന്നു പോകുമ്പോ മലക്കുകൾ അത്യത്ഭുതത്തോടുകൂടെ ചോദിക്കും ആ വിഭാഗം ജനങ്ങളോട്. അവര് വിചാരണ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ സ്വർഗത്തേക്ക് പോണെ കാണുമ്പോ മലക്കുകൾ ഇങ്ങനെ അത്യത്ഭുതരായിട്ട് മലക്കുകൾ ചോദിക്കും, ഹൽ റഅയ്തുമുൽ ഹിസാബ്, നിങ്ങൾ വിചാരണ നേരിട്ടിട്ടില്ലയോ, നിങ്ങൾ വിചാരണയെ അഭിമുഖീകരിച്ചിട്ടില്ലയോ? ഹൽ റഅയ്തുമുൽ ഹിസാബ്, ഹൽ റഅയ്തുമുസ് സിറാത്ത്, ഹൽ റഅയ്തുമുൽ മീസാൻ. സിറാത്തും മീസാനും സിറാത്തും മീസാനും ഹിസാബും നേരിട്ടിട്ടില്ലയോ? നിങ്ങൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് ചോദിക്കുകയാണ്. മലക്കുകൾ ചോദിക്കുന്നു, ലിമ വജത്തും ഹാദിഹി ദറജാ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പദവി ലഭിച്ചത്? നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിയല്ലോ, നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിയല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ലിമ വജത്തും ഹാദിഹി ദറജാ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പദവി ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോ ആ വിശ്വാസികൾ പറയുമെന്നാണ്, ഞങ്ങൾക്ക് ഇത്രയും വലിയ പദവി ലഭിക്കാനുള്ള കാരണം ഞങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഓരോ ദിവസത്തിലും ഞങ്ങൾ ഞങ്ങളെ തന്നെ വിചാരണ ചെയ്യുമായിരുന്നു. അത് കാരണത്താൽ പരലോകത്തെ ഞങ്ങളെ വിചാരണ ഒഴിവായി കിട്ടി. ഓരോ ദിവസവും അവർ അവരെ തന്നെ വിചാരണ ചെയ്യും. ഞാൻ ഇന്നത്തെ ദിവസം 24 മണിക്കൂറിൽ ഞാൻ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, എന്തെല്ലാം പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്, എന്തൊക്കെ തെറ്റ് ചെയ്തു, എന്നിട്ട് പിറ്റേ ദിവസം അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇങ്ങനെ വിചാരണ ചെയ്ത് നല്ലവരായി ജീവിച്ച ആളുകൾ അവർക്ക് പരലോകത്തെ വിചാരണ ഒഴിവായി കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിച്ചൂടെ? എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും അൽഹംദുലില്ലാ. ഒരു ദിവസം ചെയ്യേണ്ട ഒരു അമലാണ്. ഇന്നലെ പറഞ്ഞു ഭക്ഷണത്തിന്റെ വിഷയം അല്ലെ, ഇന്നലെ പറഞ്ഞു ഭക്ഷണം മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കുന്ന വിഷയം. ഇന്ന് പറഞ്ഞത് ഓരോ ദിവസവും സ്വന്തമായ ഒരു വിചാരണ നടത്തിയിട്ട് വേണം ഉറങ്ങാൻ. നമ്മളെ തന്നെ വിചാരണ ചെയ്യാം. സ്വശരീരത്തെ നമ്മളെ ശരീരത്തോട് ചോദിക്കാൻ പഠിച്ചോ എന്തെല്ലാം തെറ്റുപറ്റി, അങ്ങനെ എല്ലാവർക്കും എല്ലാ കൊല്ലത്തിൽ ചോദിക്കണ്ടേ, നമ്മളെ മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുക. ഓരോ ദിവസവും നമ്മളെ തന്നെ വിചാരണ ചെയ്ത് വീഴ്ചകൾ മനസ്സിലാക്കി പിറ്റേ ദിവസം ആ വീഴ്ചകളൊക്കെ തിരുത്തി നല്ലൊരു ജീവിതം ജീവിച്ചുകൂടെ നമുക്ക്? അങ്ങനെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരു ദിവസം ചെയ്യേണ്ട അമലുകളിൽ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സ്വവിചാരണ, സ്വന്തമായ വിചാരണ നടത്തിക്കൊണ്ടുള്ളൊരു ജീവിതം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ജീവിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും. അങ്ങനെ ജീവിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല, വലിയ മാറ്റം ഉണ്ടാവും.
നല്ല ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യജമാനനായ റബ്ബ് നമ്മളെ കൈവിടൂല. ഒരുപാട് വിഷമങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉള്ളവർ നമ്മുടെ മജ്‌ലിസിലുണ്ട്. കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. എന്നോട് വിളിച്ചിട്ട് ദ്വാരക്കണേ എന്ന് പറഞ്ഞ പല കുടുംബങ്ങളും ഉണ്ട്. ലൈവിലൂടെ അറിയിച്ചവരുണ്ട്, എഴുതി അറിയിച്ചവരുണ്ട്. ഒരാളെയും കൈവിടല്ലേ റബ്ബേ. ഇന്നലെ ചാവക്കാട് പാവറട്ടി വെന്മാനാടിൽ നിന്നൊരു കുടുംബം ഇവിടെ വന്ന്, ഒരു ട്രാവലർ നിറയെ ആളുകൾ ഇവിടെ വന്ന് പ്രത്യേകം ദ്വാരക്കണേ ഉസ്താദ് എന്ന് അറിയിച്ചിട്ടുണ്ട്. പടച്ചോനെ, അവരുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ ചെറിയൊരു അസുഖം കണ്ട്, പടച്ചോനെ ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ല അല്ലാഹ്, പരിപൂർണ്ണ ശിഫ കൊടുക്കുക റബ്ബേ. ഓരോരുത്തരും പല പ്രയാസങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രയാസവും അല്ലാഹു നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. സിനാനൊക്കെ അവരൊക്കെ സ്ഥിരം മജ്‌ലിസിൽ കൂടുന്നവരാണ്, അവരുടെ കുടുംബങ്ങൾ. അല്ലാഹു നീ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവർ ദീർഘദൂരം യാത്ര ചെയ്തിട്ടാണ് അവരിവിടെ ആക്കോട് മൂളപ്പുറം നമ്മുടെ ദർസ് നടക്കുന്ന ഈ സ്ഥലത്തേക്ക് അവരെത്തിയത്. ഒരു ട്രാവലർ നിറയെ ആളുകളുണ്ടായിരുന്നു. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഓരോ കുടുംബങ്ങളും ഒരുപാട് വിഷമങ്ങളും കണ്ണുനീരുകളും പറഞ്ഞവരാണ്. ഞാൻ ആരെ പേര് പറയാൻ വിട്ടുപോയാലും എല്ലാം അറിയുന്ന യജമാനനായ റബ്ബേ, എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനെ.